ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ നവോത്ഥാന അല്ലേ നവകേരള യാത്ര നടത്തിയപ്പം ഞങ്ങളുടെ പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് അടിച്ച് രക്ഷാപ്രവർത്തനം പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുട്ടികളെ ഭീകരമായി മർദ്ദിച്ച ആളുകളുടെ പേരിൽ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടി ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാനിന്ന് KPC പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് കല്ലെടുത്തെറിഞ്ഞ് അദ്ദേഹത്തെ ബോധരഹിതനായി വീണ് അദ്ദേഹത്തിൻ്റെ ശരീരത്ത് രക്തം വാർന്നൊഴുകുകയുണ്ടായി. എന്നെ അന്നേരം ഉമ്മൻചാണ്ടി വിളിച്ച് പറഞ്ഞത് ഒരു പ്രതിഷേധവും വേണ്ടെന്നാണ്. ഞാൻ വാസ്തവത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യാൻ വേണ്ടി പോയതാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച സംഭവം ഗുരുതരമല്ലേ? പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചു, ഒരു പ്രതിഷേധവും വേണ്ട എന്ന്. ഇന്നലെ കേരളത്തിൽ എന്താ കാട്ടിക്കൂട്ടിയേ? കേരളത്തിലെ മുഴുവൻ കോൺഗ്രസിൻ്റെ പ്രചരണ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ ബോർഡുകൾ മുഴുവൻ തകർത്തു, പ്രവർത്തകരെ മർദ്ദിച്ചു. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സ്വാഗത സംഘം ഓഫീസ് അടിച്ചു തകർത്തു. കേരളം മുഴുവൻ കോൺഗ്രസിൻ്റെ ഫ്ലെക്സ് ബോർഡുകളും പ്രചരണ വാഹനങ്ങളും ബോർഡുകളും ഒക്കെ അടിച്ചു തകർത്തു. ഇവിടെ ഹരിപ്പാടിൽ വെച്ചിരുന്ന ബോർഡുകൾ മുഴുവൻ തകർത്തു, വ്യാപകമായി തകർത്തു. അപ്പോൾ ഇപ്പോഴേ ഇവർ റിഹേഴ്സൽ നടത്തുകയാണ്. ഭരണത്തിൽ നിന്ന് പോകുമെന്ന് ഉറപ്പായപ്പോൾ പ്രതിപക്ഷത്ത് പോകുന്നതിൻ്റെ റിഹേഴ്സലാണ് ഇന്നലെ വൈകുന്നേരം അരങ്ങേറിയത്. ഇതെല്ലാം കേരളം കാണുന്നുണ്ട്. മുഖ്യമന്ത്രി, ഇതെല്ലാം കേരളം കാണുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങൾക്കിതൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. വീണ ജോർജിൻ്റെ മേത്തൊരു മണ്ണ് പോലും ആരും നുള്ളിയിട്ടിട്ടില്ല. എന്നിട്ട് ഈ നാടകം നിങ്ങൾ കളിക്കുകയാണ്. ഈ നാടകത്തിന് ജനങ്ങൾ മറുപടി നൽകും. ഞാൻ ആ ഡേറ്റ മോഷണം പുറത്തു കൊണ്ടുവന്നതിൽ നിന്നും അതുകൂടി മറയ്ക്കാൻ വേണ്ടിയാണ് ഇന്നലെ ഈ അഭ്യാസം. പക്ഷെ അതൊന്നും മറിഞ്ഞു പോകുന്ന കാര്യമല്ല. നാളെ ഞാൻ കൂടുതൽ വിശദമായ വിവരങ്ങളുമായി നിങ്ങളെ കാണുന്നുണ്ട്. നാളെ രാവിലെ വിശദമായി ഞാൻ വീണ്ടും നിങ്ങളെ കാണുന്നുണ്ട്. ഡേറ്റ മോഷണത്തിൻ്റെ പുതിയ വിവരങ്ങൾ നാളെ ഞാൻ പുറത്തുവിടുന്നുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന ഈ ജനങ്ങളെ കബളിപ്പിക്കുന്ന ജനങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം ഇതാർക്ക് വേണ്ടിയാണ്? ഇങ്ങനെ നാട് നീളം മുഴുവൻ സർക്കാരിൻ്റെ പണം, ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയാണ്. പക്ഷെ അതിലൊന്നും കേരളത്തിലെ ജനങ്ങൾ വീണുപോകില്ല. KSRTC ബസ്സിൽ കയറാൻ വയ്യ, പരസ്യം തട്ടിയിട്ട്. എല്ലായിടത്തും പരസ്യമാണ്. അതുമാത്രമല്ല, സീരിയലുകളിൽ പോലും പണം കൊടുത്ത് പ്രശസ്തരായ സിനിമാ താരങ്ങളെ കൊണ്ട് ഗവൺമെൻറ് അനുകൂലമായി സംസാരിപ്പിക്കുകയാണ്. ഇതെല്ലാം കേരളത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ്. കിഫ്ബിയുടെ പണം ദുരുപയോഗപ്പെടുത്തുന്നു, ഗവൺമെൻറ്റിൻ്റെ പണം ദുരുപയോഗപ്പെടുത്തുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ജനങ്ങൾ ഇത് തിരിച്ചറിയും. മോഹൻലാലിനെ ഉപയോഗിച്ച് പരസ്യം ചെയ്തായിരുന്നു. മോഹൻലാലൊക്കെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കപ്പെട്ടതാണ്. എനിക്കറിയില്ല. ഏതായാലും മോഹൻലാലിനെ കൊണ്ടുള്ള അത് നമ്മൾ കണ്ടില്ല അല്ലേ? വന്നോ? മുഴുവൻ വരട്ടെ, വന്നിട്ട് കാണാം. ഏതായാലും PR ഏജൻസിയുടെ തടവറയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹം വെള്ളം കുടിക്കുന്നതിൻ്റെ കപ്പിൽ പോലും ഇപ്പോൾ PR ഏജൻസി പറയുന്ന വാചകങ്ങളാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ PR ഏജൻസിയാൽ നയിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണവുമാണ് ഇവിടെ ഉള്ളത്. നടക്കട്ടെ, ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്.